ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന കുറേ ആൾക്കാരും നമ്മുടെ ഇന്ത്യയിൽ ജീവിക്കുന്ന കുറേ ആൾക്കാർ എല്ലാവരും അല്ല കുറച്ച് ആൾക്കാരും കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ രാജ്യത്തിനിട്ട് നല്ലപോലെ താങ്ങുന്നുണ്ട്. അതായത് അമേരിക്കയും ഇസ്രയേലും നടത്തുന്ന യുദ്ധത്തിന് ഇന്ത്യ പിന്തുണ കൊടുക്കുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് മരണപ്പെട്ട സമയത്ത് ഇന്ത്യ അതിനോട് അനുശോചനം അറിയിച്ചില്ല, പ്രതികരിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല അല്ല മക്കളെ, ഇന്ത്യയെ മാത്രമേ നിങ്ങളൊക്കെ കാണുന്നുള്ളൂ. അടുപ്പ് കൂട്ടി ചർച്ച നടത്തുന്ന ആൾക്കാർ ഉൾപ്പെടെയുള്ളവർ ഇന്ത്യ ചെയ്യുന്നത് മാത്രമേ കാണുന്നുള്ളൂ. ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ആക്രമിക്കപ്പെട്ടിട്ട് സഹായിക്കാനായിട്ട് ലോകത്ത് ഒരൊറ്റ ഇസ്ലാമിക രാഷ്ട്രം ഇന്നേ വരെ മുന്നോട്ട് വന്നില്ല എന്നത് എന്തുകൊണ്ടാണാവോ ആരും ചർച്ച ചെയ്യാത്തത്? തുർക്കി എന്ന് പറയുന്ന മറ്റേ സോ കോൾഡ് പവർഫുൾ രാജ്യം, പഴയ ഓട്ടോമൻ എംപയറിന്റെ ഇന്നത്തെ ബാക്കിപത്രാണല്ലോ. എവിടെ പോയി എർദോഗന്റെ വീര്യമൊക്കെ? എവിടെ പോയി? ഈ ഇസ്ലാമിക ബ്രദർഹുഡ് പറയുന്ന ആൾക്കാരാണല്ലോ. ലോകത്തിലെ അതിപുരാതനമായ സംസ്കാരങ്ങളിൽ ഒന്നും ഏറ്റവും പ്രധാനപ്പെട്ട, ലോകത്തിലെ ഏറ്റവും അധികം ഷിയ മുസ്ലിങ്ങൾ ജീവിക്കുന്ന രാജ്യവുമാണ് ഇറാൻ എന്നതിൽ ആർക്കും തർക്കമില്ല. ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഷിയ രാജ്യമാണെങ്കിലും എല്ലാ മുസ്ലിങ്ങളുടെയും നിലനിൽപ്പിന് വേണ്ടിയിട്ടാണല്ലോ ഇറാൻ ഈ യുദ്ധം ചെയ്യുന്നതെന്നല്ലേ അവർ പറയുന്നത്. ഇപ്പൊ പലസ്തീന് വേണ്ടി അവരാണ് ഏറ്റവും അധികം മുന്നിൽ നിന്നത്. പലസ്തീൻ ഒരു ഷിയ രാജ്യമൊന്നും അല്ലല്ലോ, അതൊരു സുന്നി ഭൂരിപക്ഷമുള്ള രാജ്യമാണ്. എവിടെ പോയി ഇസ്ലാമിക രാജ്യങ്ങൾ? അമേരിക്കയുടെ യുദ്ധത്തെ ആരാണ് ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്നത്? ഇന്ത്യ ആണോ? ഇന്ത്യ എപ്പോഴാണ് അമേരിക്കയുടെ യുദ്ധത്തെ പിന്തുണച്ചത്? ഇന്ത്യ അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ ബേസുകൾ വിട്ടുകൊടുത്തിട്ടില്ല. ഇന്ത്യയിൽ നിന്ന് അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾക്ക് പറന്നു പൊങ്ങാൻ പറ്റില്ല. ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഇറാനെതിരെ ഒരു ചെറു വിരൽ പോലും അനക്കാൻ ഇന്ത്യ അമേരിക്ക അനുവദിച്ചിട്ടില്ല. ഇന്ത്യയുടെ ഉറ്റ സുഹൃത്തായ ഇസ്രായേലിനെ നമ്മൾ അനുവദിച്ചിട്ടില്ല. പിന്നെ എവിടെ നിന്നാണ് ഈ ആക്രമണങ്ങളൊക്കെ നടക്കുന്നത്? ആരാണ് അതിന് സപ്പോർട്ട് കൊടുക്കുന്നത്? ഗൾഫ് രാജ്യങ്ങളല്ലേ. അമേരിക്കയുടെ മിലിറ്ററി ബേസുകളൊക്കെ കിടക്കുന്ന എവിടെയാണ്? സൗദി അറേബ്യയില്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സില്, ഖത്തറില്, കുവൈറ്റില്, അല്ലെങ്കിൽ ബഹ്റൈനില്, ഒമാനില്, ഇവിടെയൊക്കെയാണ് അമേരിക്കയുടെ മിലിറ്ററി ബേസുകളെല്ലാം കിടക്കുന്നത്. ജോർദാൻ അടക്കമുള്ള സകല ഇസ്ലാമിക രാജ്യങ്ങളും ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? അവരെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രയേലിനെയും അതുപോലെ അമേരിക്കയുമാണ്. തുറന്ന് അവർ സപ്പോർട്ട് ചെയ്യാണ്. അല്ല, തുർക്കിയൊക്കെ എവിടെ പോയി? ഏത് മാളത്തിൽ പോയി ഒളിച്ചു? പാകിസ്ഥാൻ എവിടെ പോയി? ഇസ്ലാമിന്റെ രക്ഷകരാണ് തങ്ങൾ എന്ന് പറയുന്ന പാകിസ്ഥാൻ എവിടെ പോയി? ലോകത്തെ പ്രധാനപ്പെട്ട ഒരു ശക്തിയും അവരോടൊപ്പം ഇസ്രയേലും ചേർന്നുകൊണ്ട് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ ആക്രമിക്കുകയാണ്. ഇസ്രയേലിനും അമേരിക്കയ്ക്കും പിന്തുണ കൊടുത്തുകൊണ്ട് എനിക്ക് തോന്നുന്നു ജർമ്മനി വന്നിട്ടുണ്ട്, ബ്രിട്ടൻ വന്നിട്ടുണ്ട്. കുറെ രാജ്യങ്ങൾ ഇറാനെതിരായ യുദ്ധത്തിൽ അമേരിക്കയ്ക്കും ഇസ്രയേലിനും പിന്തുണ കൊടുക്കുന്നുണ്ട്. ഈ യുദ്ധത്തിൽ ശരിയും തെറ്റും ആരുടെ ഭാഗത്ത് എന്നത് അവിടെ നിൽക്കട്ടെ, അത് ഒരു വലിയ ഡിബേറ്റ് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ്. അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷെ അമേരിക്കയ്ക്കും ഇസ്രയേലിനും പിന്തുണ കൊടുത്ത് പല രാജ്യങ്ങളും വരുന്നുണ്ട്. ഇറാൻ മാത്രം ഒറ്റയ്ക്കാണ്. അതെന്തുകൊണ്ടാണ് ആരും ചർച്ച ചെയ്യാത്തത്? അറബ് രാജ്യങ്ങളുടെ ഇസ്ലാമിനോടുള്ള ഡബിൾ സ്റ്റാൻഡ് എന്തുകൊണ്ടാണ് ആരും ചോദ്യം ചെയ്യാത്തത്? ഞാനൊരു കമന്റ് കണ്ടതാണ്, ഖത്തർ US സപ്പോർട്ട് ചെയ്യുന്നില്ല, അവിടെയുള്ള ബേസ് യുദ്ധത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നൊന്നുമില്ല, ഇറാൻ ഖത്തറിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, അത് അമേരിക്കയുടെ ബേസ് അവിടെ ഉള്ളതുകൊണ്ടാണ്. ഇറാനെ തിരിച്ച് ഖത്തർ ഒന്നും ചെയ്യുന്നൊന്നുമില്ല. ഗൾഫ് കൺട്രീസിനെ പ്രൊട്ടക്ട് ചെയ്യുമെന്നും പറഞ്ഞ് US കുറെ താവളങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഗൾഫിന്റെ ശാപമാണ്. ആ താവളങ്ങൾ കാണിച്ചാണ് US ആ ഏരിയ മൊത്തം കൺട്രോൾ ചെയ്യാൻ നിൽക്കുന്നത്. അല്ലാതെ ഗൾഫ് രാജ്യങ്ങളൊന്നും ഇറാന് എതിരൊന്നുമല്ല. അവരാരും തിരിച്ച് ആക്രമിക്കുന്നുമില്ല. അവരുടെ ആരുടെയും ബേസുകൾ അമേരിക്ക ഇറാനെതിരെ ഉപയോഗിക്കുന്നുമില്ല എന്നാണ് കുറെ ആൾക്കാർ പറയുന്നത്. ഈ ബേസുകൾ എന്ന് പറയുന്നത് അവിടെ നിന്നും കൊണ്ട് മറ്റേ എടുത്ത് വെടിവെക്കുമെന്നോ മിസൈൽ അയക്കണമെന്നോ ഉള്ള ഒരു ഉദ്ദേശത്തിൽ തന്നെ ആകണമെന്നില്ല. അമേരിക്കയ്ക്ക് ഇറാന്റെ ഓരോ ചലനങ്ങളും ഇറാന്റെ ഓരോ നീക്കങ്ങളും നിരീക്ഷിക്കാൻ ഈ ബേസുകളിലൂടെ സാധിക്കും. അല്ല, ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് എന്തിനാണ് അമേരിക്കയുടെ പ്രൊട്ടക്ഷൻ? ഗൾഫിന് എന്തിന്റെ കുറവാണുള്ളത്? പണത്തിന് എന്തെങ്കിലും കുറവുണ്ടോ? ഇഷ്ടം പോലെ പൈസ അറിഞ്ഞു തന്നെ ഉണ്ടല്ലേ. കാരണം എണ്ണ നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള ഒരു റീജിയൻ ആണ്. അപ്പൊ ആവശ്യം പോലെ പൈസ എണ്ണ വിറ്റുണ്ടാക്കാം. ഇനി ആൾബലം ആണെങ്കിലും വളരെ കുറവൊന്നുമല്ല. ഗൾഫ് രാജ്യങ്ങളിൽ തരക്കേടില്ലാത്ത പോപ്പുലേഷൻ ഒക്കെ ഉണ്ട്. അമേരിക്കയെക്കാൾ വലിയ ചരിത്രവും പാരമ്പര്യവും സംസ്കാരവും ഗൾഫിലുള്ളവർക്ക് അവകാശപ്പെടാം. അമേരിക്ക ഏതാണ്ട് 2-3 നൂറ്റാണ്ട് മുൻപ് ജന്മം കൊണ്ടൊരു രാജ്യമാണ്. അത് തന്നെ ഒരു അധിനിവേശമായിരുന്നു. യൂറോപ്യൻസ് അധിനിവേശം നടത്തിയിട്ട് ഉണ്ടാക്കിയ ഒരു രാജ്യമാണ് അമേരിക്ക. അമേരിക്കയ്ക്ക് അങ്ങനെ വലിയ ചരിത്രവും പാരമ്പര്യമൊന്നുമില്ല. അമേരിക്ക ഒരു ഏറ്റവും പുതിയ രാജ്യങ്ങളിൽ ഒന്നാണ് അങ്ങനെ നോക്കിയാൽ. ഗൾഫ് രാജ്യങ്ങളുടെ അല്ലെങ്കിൽ അറബ് നാടുകളുടെ ചരിത്രം ആയിരക്കണക്കിന് വർഷം പഴയതാണ്. ആ വലിയ ചരിത്രമുള്ള പാരമ്പര്യമുള്ള പോരാട്ട വീര്യമുള്ള അറബ് രാജ്യങ്ങൾ എന്തിനാണ് അമേരിക്കയുടെ ദയയ്ക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നത്? നമ്മുടെ മുഖ്യമന്ത്രി മാധ്യമങ്ങൾ ആവശ്യമില്ലാത്തടത്തോട്ട് കയറി വന്നപ്പോൾ കടക്ക് പുറത്തെന്ന് പറഞ്ഞതുപോലെ അമേരിക്കയുടെ മുഖത്ത് നോക്കി, ട്രംപിന്റെ മുഖത്ത് നോക്കി കടക്ക് പുറത്തെന്ന് പറയണ്ടേ അവരുടെ താവളങ്ങളും എടുത്തുകൊണ്ട്?
ഈ ഗൾഫ് രാജ്യങ്ങൾ അവരുടെ മണ്ണിൽ അമേരിക്കൻ സൈന്യത്തിന് എന്തിനു വേണ്ടിയിട്ടാണ് അനുവാദം കൊടുത്തത് ബേസ് ഉണ്ടാക്കാൻ? ആ ബേസ് എടുത്തുകൊണ്ട് ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് പറയണ്ടേ? എന്തുകൊണ്ടായിരിക്കാം അവരാരും അത് ചെയ്യാത്തത്? അപ്പോൾ ഈ ഇരട്ടത്താപ്പിനെ കുറിച്ച് ആദ്യം സംസാരിക്കുക, എന്നിട്ട് വേണം ഇന്ത്യയെ അനാവശ്യമായിട്ട് നമ്മളിവിടെ അടുപ്പ് കൂട്ടി ചർച്ച ചെയ്യുന്ന കുറെ ടീമുകൾ ഉണ്ടല്ലോ, ഇന്ത്യ അങ്ങോട്ട് വലങ്ങും വിലങ്ങും കുറ്റപ്പെടുത്താണ്. ഇന്ത്യ അത് ചെയ്ത ആ കുറ്റം, ഇന്ത്യ തെക്കോട്ട് നടന്നാൽ പറയും വടക്കോട്ടാണ് പോകേണ്ടത്, തെക്കോട്ട് നടക്കരുതെന്ന്. ഇനി വടക്കോട്ട് പോയാൽ പറയും അയ്യോ അതല്ല, ഇന്ത്യ പോകുന്ന തെറ്റായ വഴിയിലൂടെയാണ് കിഴക്കോട്ട് പോകാൻ. ഇനി കിഴക്കോട്ട് പോയാൽ പറയും പടിഞ്ഞാറോട്ട് പോകാൻ. ഇത് എവിടെ കൂടെ പോയാലും കുറ്റം എന്നുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ കുറെ മാധ്യമ പ്രവർത്തകരും കുറെ വിവരദോഷികളും. ഇന്ത്യ എന്ത് ചെയ്താലും കുറ്റം. ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി, അദ്ദേഹവുമായിട്ട് സംസാരിച്ചു, തിരിച്ചു വന്നു. ഇന്ത്യ ഇറാനെതിരായിട്ട് യാതൊരു തരത്തിലുള്ള ആക്രമണങ്ങളും നടത്തിയിട്ടില്ല, അതിനു വേണ്ട സഹായങ്ങളും ചെയ്തിട്ടില്ല. പക്ഷെ എന്നിട്ടും കുറ്റം മുഴുവൻ ഇന്ത്യക്കാണ്. ഇറാനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഗൾഫ് രാജ്യങ്ങൾ ഒരക്ഷരം പറയില്ല. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടില് ഞാൻ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഇനി ചൈന എന്തുകൊണ്ട് ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ ഉടനെ പറയും അതായത് ചൈന ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന രാജ്യമല്ലേ, ഒരു യുദ്ധത്തിൽ കൊണ്ടുവന്ന് അങ്ങനെ ചൈനയ്ക്ക് തല വെക്കാൻ പറ്റുമോ? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചൈനയ്ക്ക് ഒരുപാട് നഷ്ടങ്ങൾ വരും, ചൈന അതുകൊണ്ട് ഇടപെടാത്തതാണ്. മാനസികമായി വളരെ വലിയ പിന്തുണ ചൈന ഇറാന് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞങ്ങ് ന്യായീകരിച്ച് മെഴുകുകയാണ് വിവരദോഷികളായിട്ടുള്ള പല മലയാളികളും. എനിക്ക് അതാണ് അത്ഭുതം. കാരണം മലയാളികൾ ഈ മറ്റേ ഒരു 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 ഉത്സാഹം നമ്മുടെ സ്വന്തം രാജ്യത്തിനെ ന്യായീകരിക്കുന്നതിൽ പലരും കാണിക്കുന്നില്ല. ഞാൻ എല്ലാവരും അല്ല കേട്ടോ പറയുന്നത്, ഇത് കൊള്ളേണ്ടവർക്ക് കൊള്ളും, ആരെയാണോ ഉദ്ദേശിക്കുന്നത് അത് പറയുന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ ചിലര് ചൈനയെ ന്യായീകരിക്കുന്നുണ്ട്. ചൈന ചെയ്യാത്തത്, ചൈന 50 വർഷത്തേക്ക് എക്കണോമിക് ഗ്രോത്തിന്റെ 50 വർഷത്തേക്ക് യുദ്ധം ചെയ്യില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. 70കളിലോ 80കളിലോ ആണ് തീരുമാനിച്ചത്രേ. അതുകൊണ്ടാണ് ചൈന ചെയ്യാത്തത്. അല്ലെങ്കിൽ ചൈന ഇങ്ങനെ നേരിട്ട് ഇടപെടില്ല, ചൈന പിന്നാമ്പുറത്തൂടെയൊക്കെയാണ് പോകുന്നത്. ഇങ്ങനെയൊക്കെയാണ് ന്യായീകരണം. പക്ഷെ ഇന്ത്യ എല്ലായിടത്തും ചാടി മുമ്പിൽ പോയി നിന്നോണം. അതായത് യുക്രൈൻ റഷ്യ യുദ്ധം വന്നാൽ ഇന്ത്യ പോയി അവിടെ നിൽക്കണം, ഇല്ലെങ്കിൽ ഉടനെ ഇന്ത്യ കുറ്റം പറയും. അതുപോലെ ഇസ്രായേൽ ഇറാൻ യുദ്ധം വന്നാൽ ഇന്ത്യ ഉടനെ അതിൻ്റെ ഇടയിൽ പോയി തലയിടണം, അല്ലെങ്കിൽ ഇന്ത്യ കുറ്റം പറയും. ഇന്ത്യക്ക് നിലപാടില്ല, ഇന്ത്യ അമേരിക്കയുടെ മുന്നിൽ മുട്ടുകുത്തി, ഇന്ത്യ സയനിസ്റ്റ് ഭീകരരുടെ മുന്നിൽ മുട്ടുകുത്തി, നരേന്ദ്രമോദി വീണു, നരേന്ദ്രമോദിക്ക് ധൈര്യമില്ല, പേടിയാണ്, ആനയാണ്, ചേനയാണ്, കോക്കനട്ടാണ്, പൊട്ടറ്റോയാണെന്നും പറഞ്ഞു കൊണ്ടുവരും. എന്നാൽ ചൈന ചെയ്യാത്തതിന് 100 ന്യായീകരണങ്ങളുമായിട്ടും വരും. ചൈന ഇറാനെ സഹായിക്കാത്തതോ അല്ലെങ്കിൽ ഒരു യുദ്ധത്തിലും പോയി ഇടപെടാത്തതോ എന്തുകൊണ്ടാണ്? ചൈനീസ് എക്കണോമി തകരുമെന്ന് പേടിച്ചിട്ടാണ്. ചൈനീസ് എക്കണോമി വളരെയധികം എക്സ്പോർട്ടിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു എക്കണോമിയാണ്. സാമ്പത്തിക വളർച്ചയുടെ ഘട്ടത്തിൽ യുദ്ധങ്ങളിൽ പോയി തലവെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അന്താരാഷ്ട്ര വിഷയങ്ങളിൽ അനാവശ്യമായിട്ട് പോയി ഇടപെട്ടാൽ ചൈനയുടെ വളർച്ചയെ അത് ബാധിക്കുമെന്നത് കൊണ്ടാണ് ചൈന ഇടപെടാത്തതെന്ന് ഈ വിവരദോഷികൾക്ക് അറിയാം. പക്ഷെ ഇന്ത്യയുടെ കാര്യം വരുമ്പോൾ അവർക്കിത് അറിയില്ല. ഇന്ത്യക്ക് വളരണ്ടേ, ഇന്ത്യക്ക് ഫ്യൂച്ചർ ഇല്ലേ, ഇന്ത്യക്ക് ഒരു എക്കണോമിക് പവർ ആവണ്ടേ, ഇന്ത്യക്ക് ഡെവലപ്പ് ആവണ്ടേ? നമ്മൾ എന്തിനാണ് അനാവശ്യമായ ശത്രുക്കളെ ഉണ്ടാക്കുന്നത്? നമ്മൾ എന്തിനാണ് അമേരിക്കയെ പിണക്കണം? നമ്മൾ എന്തിന് ഇസ്രായേലിനെ പിണക്കണം? നമ്മളെ ഒരു കാലത്തും ഉപദ്രവിക്കാത്ത, ശല്യം ചെയ്യാത്ത, നമുക്കെതിരെ ഒന്നും ചെയ്യാത്ത ഇസ്രായേലിനെ നമ്മൾ എന്തിനു പിണക്കണം? ഈ പറയുന്ന ഇറാൻ ഒന്നുമില്ലെങ്കിൽ ഇന്ത്യക്കെതിരായിട്ട് പല ഘട്ടങ്ങളിലും സ്റ്റേറ്റ്മെന്റുകൾ നടത്തിയിട്ടുണ്ട്. പണ്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോ പറഞ്ഞു, പലതവണ യുദ്ധങ്ങളിൽ, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധങ്ങളിൽ എല്ലാം പാകിസ്ഥാനെയാണ് സഹായിച്ചിട്ടുള്ളത്. കാശ്മീർ വിഷയത്തിൽ ഇന്ത്യക്ക് എതിരായ നിലപാടാണ് ഇറാന്റേത്. അപ്പൊ ആ ഇറാനെ നമ്മൾ എന്തിന് പരസ്യമായി സപ്പോർട്ട് ചെയ്യണം? ഇറാനുമായിട്ട് സൗഹൃദമാകാം, സഹകരണമാകാം. ഇറാൻ പലപ്പോഴും ഇന്ത്യക്ക് എതിരായി പോയിട്ടുള്ള രാജ്യമാണ്. ഇസ്രായേൽ ഒരിക്കൽ പോലും ഇന്ത്യക്കെതിരെ പോയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇന്ത്യ എന്തിനാണ് ഇന്ത്യയുടെ റിലേഷൻസിനെ മോശമാക്കുന്നത്? ഇന്ത്യക്ക് ഒരു വളർച്ച വേണ്ടേ? ഇന്ത്യക്ക് ഇന്ത്യയുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കണ്ടേ? ചൈനയുടെ കാര്യം ചിന്തിച്ചോട്ടെ, അവർ മാത്രം ചിന്തിച്ചാൽ മതിയോ? നമുക്ക് ചിന്തിക്കണ്ടേ? നമുക്കും സ്വന്തം കാര്യം തന്നെയാണ് വലുത്. നമ്മൾ നാളെ പാകിസ്ഥാനായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ ഇറാൻ വരുമോ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ? അല്ലെങ്കിൽ പാകിസ്ഥാന്റെ പ്രവർത്തികളെ ഇറാൻ തള്ളി പറയോ? ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇറാൻ ഞങ്ങൾ സംസാരിക്കാം, നമുക്ക് ചർച്ച ചെയ്യാം എന്നൊക്കെ തന്നെയല്ലേ പറഞ്ഞുള്ളൂ. അല്ലാതെ ഇന്ത്യക്ക് നിരുപാധിക പിന്തുണ കൊടുത്ത് പാകിസ്ഥാനെ ആക്രമിക്കുമെന്ന് പറഞ്ഞോ? അതോ ഇന്ത്യയെ തൊട്ടാൽ ഞങ്ങൾ നിങ്ങളെ തട്ടും എന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. ചില സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഇന്ത്യക്ക് അനുകൂലമാണെന്ന് തോന്നിപ്പിക്കുന്ന വിധം പറഞ്ഞുവെങ്കിലും ഇറാൻ മാനസികമായി പലപ്പോഴും പാകിസ്ഥാന്റെ കൂടെ തന്നെയായിരുന്നു. അപ്പോൾ പാകിസ്ഥാൻ ഇന്ന് ഇറാൻ ആക്രമിക്കപ്പെടുമ്പോൾ പാകിസ്ഥാൻ സഹായിക്കുന്നില്ല, പാകിസ്ഥാൻ ഒന്നും ചെയ്യുന്നില്ല, അമേരിക്കയെ സപ്പോർട്ട് ചെയ്യാണ്. ഈ ഗൾഫ് രാജ്യങ്ങളെല്ലാം അമേരിക്കയെ സപ്പോർട്ട് ചെയ്യാണ്, ഇറാൻ എതിരാണ്. ഒന്നും ചെയ്യാതെ മിണ്ടാതെ നിൽക്കുന്ന ഇന്ത്യ മറുപടി പറയണം. മോഡി ഇപ്പം മറുപടി പറയണം. എന്തുകൊണ്ട് മോദി ഖമേനി മരിച്ചപ്പോൾ ഉടനെ പ്രതികരിച്ചില്ല? അതാണ് ചോദ്യം. ഖമേനിയെ കൊന്നവരെ കൂടെ നിൽക്കുന്ന ഗൾഫ് രാജ്യങ്ങൾക്ക് ഒരു കുറ്റവുമില്ല, പാകിസ്ഥാൻ ഒരു കുറ്റവുമില്ല, തുർക്കിക്ക് ഒരു കുറ്റവുമില്ല, ചൈനയ്ക്ക് ഒരു കുറ്റവുമില്ല. പക്ഷെ ഇന്ത്യക്കാണ് എല്ലാ കുറ്റവും. അപ്പൊ ഇത് തികഞ്ഞ രാഷ്ട്രീയ വിരോധം കൊണ്ടും ഇന്ത്യ വിരോധം കൊണ്ടും പിന്നെ മറ്റു പല കാരണങ്ങളുണ്ട്. ഇതുകൊണ്ടാണ് പലരും ഇവിടെ ഈ വിധത്തിൽ ഇന്ത്യക്കെതിരെ തിരിച്ചുവിടുന്നത്. ഗൾഫ് രാജ്യങ്ങളെ പറഞ്ഞാൽ മുട്ടിടിക്കും. കാരണം ഇവിടെയുള്ള പലരുടെയും കച്ചവടം നടക്കുന്ന അവിടെയാണ്, അതുകൊണ്ട് പറയാൻ പറ്റില്ല.
പല മാധ്യമ സ്ഥാപനങ്ങൾ പോലും ആസ്ഥാനമായിട്ടും ബ്രാഞ്ചുകളായിട്ടും ഒക്കെ പ്രവർത്തിക്കുന്നത് വിദേശത്താണ്, പ്രത്യേകിച്ച് ഗൾഫിലാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് പറയാൻ പേടിയാണ്, മുട്ടിടിക്കും. അതുപോലെ ചൈനയും പറയില്ല. ഇന്ത്യ ഇപ്പോൾ BJP ഗവൺമെന്റ് ഭരിക്കുന്നത് കൊണ്ട് എല്ലാത്തിനും ഇന്ത്യയെ കുറ്റം പറയുക എന്നുള്ളതാണ് പുതിയ ഒരു ശൈലി എന്ന് പറയുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.